ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. 11-അംഗ ബാങ്ക് ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പിന്റെ ഫലം ഇന്ന് തന്നെ അറിയാം. വിവരങ്ങളുമായിട്ട് ജോഷില ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? എവിടെ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 36,000-ഓളം ആളുകളാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ചേവായൂർ ബാങ്കിലേക്കുള്ള ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭരണസമിതിയും അതുപോലെ തന്നെ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഭരണസമിതിയുടെ പാനലും ഔദ്യോഗിക പാനലും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ DCCയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണസമിതിയും തമ്മിലുള്ള വലിയ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ജനാധിപത്യ സംരക്ഷണ വേദി എന്നുള്ള രീതിയിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഭരണസമിതി ബാങ്കിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു വിവാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു ബാങ്കിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടായത്? അല്ല, ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ 5 മണിക്ക് തന്നെ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ പോളിംഗ് കേന്ദ്രത്തിലുണ്ടായിരുന്നു. വലിയൊരു വിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. എന്താണ് വിവാദങ്ങളെ? പ്രശ്നമൊന്നുമില്ല. ഇവിടെ 3 പാനലുകളാണുള്ളത്. ഒന്ന് സഹകരണ ജനാധിപത്യ മുന്നണി, കോൺഗ്രസിലൊരു വിഭാഗവും ഇടതുപക്ഷവും അതിനകത്തുണ്ട്, BJPയുടെ ഒരു പാനലുണ്ട്, അതുപോലെ തന്നെ UDFൻ്റെ ഒരു പാനലുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു പാനലുണ്ട്. ഈ പാനൽ തമ്മിലാണ് മത്സരം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായൊരു സഹകരണ ബാങ്ക് ഇലക്ഷൻ എന്നുള്ള നിലയിലേക്ക് പോകുന്നു. അത് KPCCയുടെ പ്രസിഡന്റ് ഇവിടെ വന്ന് മത്സരിക്കുന്ന ആളുകൾക്ക് നേരെ വധഭീഷണി മുഴക്കി സംഘർഷം ഉണ്ടാക്കും, കണ്ണൂർ ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞത് അവർ കോൺഗ്രസ് KPCC ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ് ഇവിടെ സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ള നിലയിലേക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഇവിടെ ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നമില്ല. രാവിലെ 8 മണി മുതൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ടർമാരെല്ലാം സുഗമമായ നിലയിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ നിലയിൽ തന്നെ ഇലക്ഷൻ നടക്കും. ഭരണസമിതി ഉന്നയിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് DCC ഈ ഒരു സഹകരണ ബാങ്കിനെ ഹൈജാക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് പോവുകയാണെന്നൊക്കെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അതെല്ലാം അവരെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ കോഴിക്കോട്ടെ ഗ്രൂപ്പുകളുടെ പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ ചില താല്പര്യങ്ങളുണ്ട്. നമ്മുടെ കോഴിക്കോട്ടെ MP 60 ലക്ഷം രൂപ അവിടെ നിന്ന് അവരുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോയി. അത് തിരിച്ചടയ്ക്കാത്ത പ്രശ്നമുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുടെ വിഷയങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ നിലയിലേക്കുള്ള ഒരു ക്രമസമാധാന പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. സുഗമമായ നിലയിലേക്ക് ഇലക്ഷൻ നടക്കും. വലിയ ഭൂരിപക്ഷത്തിന് സഹകരണ ജനാധിപത്യ മുന്നണി വിജയിക്കും. ഇതാണ് പറയാനുള്ളത്. കാരണം മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇവിടെ കോൺഗ്രസിൽ അകത്ത് നടക്കുന്ന ഒരുപാട് ചേരിപ്പോരുകളുണ്ട്. കോൺഗ്രസ് ആണ് ഈ ഒരു ഭരണസമിതി ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ MK രാഘവൻ MP അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്നും പണം വായ്പ എടുത്ത് മറ്റൊരു സൊസൈറ്റിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ DCCയും ഭരണസമിതിയും തമ്മിലുള്ള വലിയൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാങ്ക് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 36,000 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുക. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഭരണസമിതിയുടെ പാനലും ഔദ്യോഗിക പാനലും തമ്മിലാണ് മത്സരം നടക്കുന്നത്. കോൺഗ്രസിലെ വിമതപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ ചേവായൂർ ബാങ്ക് ഭരണസമിതി ഉള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ KPCC പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഭരണസമിതി കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ അത് വോട്ട് ചെയ്തവർ പോലും അല്ലെങ്കിൽ മത്സരിച്ചവർ പോലും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കും, നാട്ടിൽ ജീവിക്കാൻ അവരെ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിയടക്കം KPCC പ്രസിഡന്റ് നേരത്തെ മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, നാടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് അത് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് സംരക്ഷണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതില്ല. കോൺഗ്രസ് തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണസമിതി നടക്കും. 11-അംഗ ബാങ്ക് ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ജോഷില നൽകിയത്.